Hi all, welcome to once. So S4 KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാം ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് അനലോഗ് സർക്യൂട്ട്സ് ആണ്. സബ്ജക്റ്റിന്റെ കോഡ് ECT202. ഇപ്പോൾ 2023 ജൂണിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്തത്. അതിൽ ആദ്യത്തെ 3 മൊഡ്യൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സബ്ജക്ട് കോഡ് ഈസ് ECT204, സബ്ജക്ട് നെയിം ഈസ് അനലോഗ് സർക്യൂട്ട്സ് ആൻഡ് മൊഡ്യൂൾ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മൊഡ്യൂൾ 4 ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മൊഡ്യൂൾ 4ന്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ KTU സിലബസ് നോക്കാം. മൊഡ്യൂൾ 4 മെയിൻ ആയിട്ടും ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിനെ കുറിച്ചും ഓസിലേറ്റേഴ്സിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിനെ കുറിച്ചും ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിൽ എഫക്റ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ഗെയിൻ, ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് ഡിസ്റ്റോർഷൻ. 4 ടോപ്പോളജീസ് പഠിക്കാനുണ്ട്. വോൾട്ടേജ് ടോപ്പോളജീസ് അല്ലെങ്കിൽ ആംപ്ലിഫയർ ടോപ്പോളജീസ്, സീരീസ് ഷണ്ട് സീരീസ് ഷണ്ട് എന്ന് പറഞ്ഞിട്ട് 4 ടോപ്പോളജീസ് പഠിക്കാനുണ്ട്. ദെൻ അനാലിസിസ് ഓഫ് ഡിസ്ക്രീറ്റ് BJT സർക്യൂട്ട്സ് ഇൻ വോൾട്ടേജ് സീരീസ് ആൻഡ് വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് ടോപ്പോളജീസ്. അതിൻ്റെയൊക്കെ വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, then ഓസിലേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഓസിലേറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. വാട്ട് ഈസ് എ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ, ദാറ്റ് ഈസ് ബാർകോസൻ ക്രൈറ്റീരിയ പഠിക്കാനുണ്ട്. വീൻബ്രിഡ്ജ് ഓസിലേറ്റർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ദെൻ ഹാർട്ട്ലി ആൻഡ് ക്രിസ്റ്റൽ ഓസിലേറ്റർ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് ഡിസൈൻ ഇക്വേഷൻസ് ഓഫ് സർക്യൂട്ട്സ്, അനാലിസിസ് ഓഫ് വീൻബ്രിഡ്ജ് ഓസിലേറ്റർ ഓൺലി റിക്വേർഡ്. അതായത് ഡീറ്റെയിൽഡ് അനാലിസിസ് ഏതിന്റെ മാത്രമേ ആവശ്യമുള്ളൂ, വീൻബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ കേസിൽ മാത്രമാണ് ഡീറ്റെയിൽഡ് അനാലിസിസ് സിലബസിൽ പറയുന്നത്. അപ്പൊ ഇതാണ് സിലബസ്. സോ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം പാർട്ട് എ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആൻ ഓസിലേറ്റർ. ഒരു ഓസിലേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഒരു ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഇൻപുട്ടും കൊടുക്കാതെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സർക്യൂട്ടാണ്, ഒരു വേവ് ഫോം ജനറേഷൻ സർക്യൂട്ടാണ് ഏത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്. സോ ഓസിലേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. സോ വി ആർ യൂസിങ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇൻ ഓസിലേറ്റർ. അപ്പൊ എന്താണ് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് നോക്കാം. സോ നമുക്കൊരു ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ട്, ഹാവിങ് ഗെയിൻ എ ഗെയിൻ ഉള്ള ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ട്. അതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ സിഗ്നൽ എടുത്ത് ഇൻപുട്ട് ആയിട്ട് മിക്സ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണെന്ത്? ആ ഒരു ഇതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് ഓപ്പറേഷൻ എന്ന് പറയുക. സോ ഔട്ട്പുട്ട് നമ്മൾ എന്തെടുത്തു? ഫീഡ്ബാക്ക് സിഗ്നൽ എടുത്തു. ആ ഫീഡ്ബാക്ക് സിഗ്നൽ നമ്മളൊരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി പാസ് ചെയ്തു. ആ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഫീഡ്ബാക്ക് ഫാക്ടർ ആണ് ബീറ്റ. സോ അത് ഇൻപുട്ടിലേക്ക് വന്നു, ഫീഡ്ബാക്ക് സിഗ്നൽ ഇൻപുട്ടിലേക്ക് വന്നു. ഇൻപുട്ടിൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്. സോ ഈ ഇൻപുട്ട് സിഗ്നലും ഈ ഫീഡ്ബാക്ക് സിഗ്നലും തമ്മിൽ എന്ത് ചെയ്യാണ്? മിക്സിംഗ് ഓപ്പറേഷൻ ആണ് ചെയ്യുക. ഓക്കെ, മിക്സിംഗ് ഓപ്പറേഷൻ ചെയ്തിട്ട് ആ നെറ്റ് സിഗ്നൽ ആണ് നമ്മുടെ ഏതിലേക്ക് പോകുന്നത്? നമ്മുടെ ആംപ്ലിഫയറിലേക്ക് പോകുന്നത്. സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും സെയിം ഫേസിലായിരിക്കും, അതായത് പ്ലസ്, അതായത് രണ്ടും കൂടെ ആഡപ്പ് ആയിട്ടാണ് ഈ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് വരുന്നത്. അതേസമയം നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും, അതായത് പ്ലസ് മൈനസ് ആയിരിക്കും. ആ ഡിഫറൻസ് ആയിരിക്കും ആംപ്ലിഫയറിലേക്ക് പോവുക. അപ്പൊ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും എന്താണ്? രണ്ടും സെയിം ഫേസ് ആണ്. സോ രണ്ടും കൂടെ ആഡപ്പ് ചെയ്തിട്ടുള്ള സിഗ്നൽ ആണ് നമ്മുടെ ഇൻപുട്ടിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് ഓസിലേറ്റർ ആണ് വേണ്ടത്. ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഇല്ല, അതായത് വിത്തൗട്ട് ഗിവിങ് എനി ഇൻപുട്ട് ഇല്ലാതെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന സർക്യൂട്ടാണ് ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഫീഡ്ബാക്ക് സിഗ്നൽ എന്ത് ചെയ്യും? ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ഇൻപുട്ട് സിഗ്നൽ ഉണ്ടാവില്ല. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ നമ്മുടെ സർക്യൂട്ട് എങ്ങനെയാവും? ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ സർക്യൂട്ട് വരിക. ആംപ്ലിഫയർ ഉണ്ടാവും, ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും, ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യും. സോ ഫീഡ്ബാക്ക് സിഗ്നൽ നമ്മൾ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കും. ദാറ്റ് മീൻസ് ഹിയർ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 0. ദർ ഇസ് നോ ഇൻപുട്ട്. അപ്പൊ ഇങ്ങനെ ലൂപ്പ് ചെയ്തിട്ടാണ്, കണ്ടിന്യൂസ് ആയിട്ട് ലൂപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ സൈനസോയിഡൽ വേവ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വേണ്ട ഫ്രീക്വൻസിയിലുള്ള വേവ് ഫോം നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്യാം. സോ ഇതാണ് ഓസിലേറ്ററിൽ നടക്കുന്ന കാര്യം. സോ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിനിന്റെ എക്സ്പ്രഷൻ എന്ത് വരും?
വാട്ട് ഈസ് എക്സ്പ്രഷൻ ഓഫ് ഗെയിൻ? സോ ഗെയിൻ ആഫ്റ്റർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഡിവൈഡഡ് ബൈ 1 മൈനസ് ABT ആണ്. A ഡിവൈഡ് ബൈ 1 മൈനസ് ABT ആണ്. സോ ഫോർ ആൻ ഓസിലേറ്റർ വാട്ട് ഈസ് എ ഗെയിൻ? ഇൻപുട്ട് കൊടുക്കാതെയാണ് ഔട്ട്പുട്ട്. സോ ഔട്ട്പുട്ട് ഉണ്ട്, ഇൻപുട്ട് കൊടുക്കുന്നില്ല. സോ ഇൻപുട്ട് 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗെയിൻ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇൻപുട്ട് 0 ആണ് എന്ന് പറഞ്ഞാൽ ഗെയിൻ ഇൻഫിനിറ്റി ആണ്. സോ ഗെയിൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഫോർ ഓസിലേറ്റർ. സോ ഈ ഡിനോമിനേറ്റർ ടേം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് 1 മൈനസ് A ബീറ്റ വിൽ ബി 0. ദാറ്റ് മീൻസ് A ബീറ്റ ഈസ് ഈക്വൽ ടു 1. A ബീറ്റയുടെ വാല്യൂ, A ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലൂപ്പ് ഗെയിൻ ആണ്. അതായത് ആംപ്ലിഫയറിന്റെ ഗെയിൻ എയും ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റയും ആണെങ്കിൽ A ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂപ്പ് ഗെയിൻ ആണ്. സോ A ബീറ്റ ഈസ് ഈക്വൽ ടു 1. ഇതിന്റെ ആംഗിൾ കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ 0 ഡിഗ്രി, അല്ലെങ്കിൽ A ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആംഗിൾ 360 ഡിഗ്രി. സോ ഈ ഒരു ക്രൈറ്റീരിയ നമ്മൾ പറയുന്ന പേരാണ് ബാർഖോസൻ ക്രൈറ്റീരിയ. അതായത് സസ്റ്റെയിൻഡ് ഓസിലേഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ, സസ്റ്റെയിൻഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? നമുക്ക് ഔട്ട്പുട്ട് ഒരു വേവ് ഫോം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈം എടുത്താലും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കണം? ടൈമിനനുസരിച്ച് വേരി ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് സസ്റ്റെയിൻഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? ഈ ഒരു രീതിയിലായിരിക്കും വരിക. നമുക്കൊരു ഫിക്സഡ് ആംപ്ലിറ്റ്യൂഡ് കിട്ടും. ഓക്കെ, സോ ഇതാണ് സസ്റ്റെയിൻഡ് ഓസിലേഷൻ. ഈ ഒരു ഓസിലേഷൻ നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്താണ്? ടൈമിനനുസരിച്ച് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ടൈമിനനുസരിച്ച് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ കുറയാണ് ചെയ്യുക. സോ ദിസ് ഈസ് നോട്ട് സസ്റ്റെയിൻഡ്. ഇത് എന്ത് ഓസിലേഷൻ ആണ്? ദിസ് ഈസ് ഡാംപ്ഡ് ഓസിലേഷൻ. സോ ഇത് ഡാംപ്ഡ് ഓസിലേഷൻ ആണ്, ഇത് സസ്റ്റെയിൻഡ് ഓസിലേഷൻ ആണ്. സോ നമുക്ക് വേണ്ടത് ഏതാണ്? വി നീഡ് സസ്റ്റെയിൻഡ് ഓസിലേഷൻ. നമുക്ക് വേണ്ടത് സസ്റ്റെയിൻഡ് ഓസിലേഷൻ ആണ്. സോ സസ്റ്റെയിൻഡ് ഓസിലേഷന് ബാർഖോസൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് ദിസ് ഈസ് ബാർഖോസൻ ക്രൈറ്റീരിയ. A ബീറ്റ ഈക്വൽ ടു 1 ആംഗിൾ 0 ഡിഗ്രി ഓർ A ബീറ്റ ഈക്വൽ ടു 1 ആംഗിൾ 360 ഡിഗ്രി. അതായത് ലൂപ്പ് ഗെയിൻ 1 ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മൊത്തം ഒരു ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ എന്തായിരിക്കണം? 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഈ രീതിയിലാണ് ഒരു ഓസിലേറ്റർ എന്ത് ചെയ്യുന്നത്? സസ്റ്റെയിൻഡ് ഓസിലേഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ട് എയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദി അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓവർ പോസിറ്റീവ് ഫീഡ്ബാക്ക്. സോ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓവർ പോസിറ്റീവ് ഫീഡ്ബാക്ക്. സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് നെഗറ്റീവ് ഫീഡ്ബാക്കിന് ഉള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. സോ നമ്മൾ ആദ്യം ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ഒരു സർക്യൂട്ട് നിങ്ങൾ വരയ്ക്കുക. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ഉണ്ട്. സോ ദിസ് ഈസ് അവർ ആംപ്ലിഫയർ. ആംപ്ലിഫയറിന്റെ ഗെയിൻ കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ ലൂപ്പ് ഗെയിൻ AOL. ഔട്ട്പുട്ട് ഉണ്ട്. ഈ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഫീഡ്ബാക്ക് എടുക്കുകയാണ്. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആണ്, ഫീഡ്ബാക്ക് ഫാക്ടർ ആണ് ബീറ്റ. ഇൻപുട്ടിൽ നിങ്ങൾ നോക്കുക, ഇൻപുട്ട് പ്ലസും ഫീഡ്ബാക്ക് സിഗ്നൽ മൈനസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഫേസ്. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ ആംപ്ലിഫയറിൽ നോർമലി യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് നെഗറ്റീവും ഓസിലേറ്ററിൽ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. സോ ഈ നെഗറ്റീവ് ഫീഡ്ബാക്കിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് ഓവർ പോസിറ്റീവ് ഫീഡ്ബാക്ക്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒരു 5-6 പോയിന്റ് എഴുതുകയാണ് വേണ്ടത്. സോ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓവർ പോസിറ്റീവ് ഫീഡ്ബാക്ക്? ജസ്റ്റ് ആ പോയിന്റ്സ് നോട്ട് ചെയ്താൽ മതി. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഹാസ് മെനി അഡ്വാൻറ്റേജസ് ഓവർ പോസിറ്റീവ് ഫീഡ്ബാക്ക്. അഡ്വാൻറ്റേജസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ഗെയിനിന്റെ കേസാണ്. സോ സ്റ്റെബിലൈസസ് ആംപ്ലിഫയർ ഗെയിൻ ആൻഡ് റെഡ്യൂസ് ഇസ് സബ്സ്റ്റാൻഷ്യലി. അതായത് ഗെയിൻ സ്റ്റെബിലൈസേഷൻ കൂടുതലാണ്. സോ ആഫ്റ്റർ ഫീഡ്ബാക്ക് A ഡിവൈഡ് ബൈ 1 പ്ലസ് A ബീറ്റ, അതായത് ഗെയിൻ കുറയാണ് ചെയ്യുക. സോ ഗെയിൻ സ്റ്റെബിലൈസേഷൻ ആണ് ഒരു അഡ്വാൻറ്റേജ്. അതേസമയം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ A ഡിവൈഡ് ബൈ 1 മൈനസ് A ബീറ്റ ആണ്. ഗെയിൻ കൂടുകയാണ് ചെയ്യുക. ഗെയിൻ കൂടുക എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റി കുറയാണ് ചെയ്യുക. സോ ഗെയിൻ സ്റ്റെബിലൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് നിങ്ങൾക്ക് അത് എഴുതാം, ഗെയിൻ സ്റ്റെബിലൈസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഡിസ്റ്റോഷന്റെ കേസാണ്. സോ ഇറ്റ് റെഡ്യൂസസ് നോൺ ലീനിയർ ഡിസ്റ്റോഷൻ, അതുപോലെ തന്നെ ഹാർമോണിക് ഡിസ്റ്റോഷൻ, ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോഷൻ, ഫേസ് ഡിസ്റ്റോഷൻ, ഫ്രീക്വൻസി ഡിസ്റ്റോഷൻ. സോ എല്ലാ ഡിസ്റ്റോഷൻസും ഇത് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. സോ ഓൾ ആർ റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് A ബീറ്റ, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 1 പ്ലസ് A ബീറ്റ. എല്ലാം
1+A β എന്നുള്ള ഫാക്ടർ വെച്ചിട്ട് ഈ ഡിസ്റ്റോർഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഏതിന്റെ കേസിൽ? നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ. ഇനി നോയ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് ദി നോയ്സ് ലെവൽ. സോ നോയ്സ് ലെവലും ഫീഡ്ബാക്കിന് മുമ്പുള്ള നോയ്സ് ഡിവൈഡ് ബൈ 1+A β ആണ് ഫീഡ്ബാക്കിന് ശേഷമുള്ള നോയ്സ്. സോ നോയ്സ് ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ബാൻഡ് വിഡ്ത്ത്, ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഗെയിൻ കുറയുന്നുണ്ട്. ഗെയിൻ കുറയുന്നത് ഏത് ഫാക്ടർ വെച്ചിട്ടാണ്? 1+A β എന്നുള്ള ഫാക്ടർ വെച്ചിട്ട് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഗെയിൻ കുറയുന്നുണ്ട്. അതുകൊണ്ട് ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. സോ ബാൻഡ് വിഡ്ത്ത് increases by a factor. ബാൻഡ് വിഡ്ത്ത് എന്താ ചെയ്യുന്നത്? ബാൻഡ് വിഡ്ത്തിന്റെ കേസിൽ മാത്രം ബാൻഡ് വിഡ്ത്ത് ഇംപ്രൂവ്മെന്റ് ആണ്, ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസസ് ആണ്. സോ ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാണ്. ദെൻ ഇംപിഡൻസിന്റെ കേസിൽ ഇൻപുട്ട് ഇംപിഡൻസും ഔട്ട്പുട്ട് ഇംപിഡൻസും അതുപോലെ തന്നെ ഇംപ്രൂവ് ആവുന്നുണ്ട്. അതായത് ഇൻപുട്ട് ഇംപിഡൻസ് ഒന്നെങ്കിൽ 1+A β വെച്ചിട്ട് കൂടാം, അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 1+A β ആവാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഒന്നുകിൽ 1+A β എന്നുള്ള ഫാക്ടർ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 1+A β ആവും. അപ്പോൾ നമ്മളത് ഏത് ടോപ്പോളജി എന്നുള്ളതിനനുസരിച്ചിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇംപിഡൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. ഓക്കെ. ദെൻ സ്റ്റെബിലിറ്റിയുടെ കേസ്, സോ ഇറ്റ് ഇൻക്രീസസ് ദി സർക്യൂട്ട് സ്റ്റെബിലിറ്റി. ദെൻ ലീനിയാരിറ്റി, സോ ഹയർ ഫിഡിലിറ്റി ആണ്, അതുപോലെ തന്നെ മോർ ലീനിയർ ഓപ്പറേഷൻ ആണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഒരു 6 പോയിന്റ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, 3 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ. സോ ഇതാണ് പാർട്ട് എ എന്നുള്ള ക്വസ്റ്റ്യൻ. ഇനി പാർട്ട് ബി essay ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ 17ാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മാർക്കാണ് എ ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഡിസ്കസ് ദി എഫക്റ്റ് ഓഫ് negative feedback. Discuss the effect of negative feedback on gain, frequency response and distortion. അപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് ഗെയിൻ എന്ത് സംഭവിക്കുന്നു, നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് ഫ്രീക്വൻസി റെസ്പോൺസിന് എന്ത് സംഭവിക്കുന്നു, നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് ഡിസ്റ്റോർഷൻ എന്ത് സംഭവിക്കുന്നു. ഓക്കെ. സോ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ഒരു സർക്യൂട്ട് നോക്കാം. സോ നിങ്ങൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് നമുക്കറിയാം, ഇത് ആംപ്ലിഫയർ ആണ്, ഇവിടുന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഫീഡ്ബാക്ക് ഫാക്ടർ ആണ് ബീറ്റ. ദെൻ ഫീഡ്ബാക്ക് സിഗ്നൽ ഇവിടെ വരുന്നുണ്ട്, ഇത് ഇൻപുട്ട് സിഗ്നൽ ആണ്. സോ ദിസ് ഈസ് അവർ ഇൻപുട്ട് സിഗ്നൽ. ഇത് നമ്മുടെ ഫീഡ്ബാക്ക് സിഗ്നൽ ആണിത്. സോ ഫീഡ്ബാക്ക് സിഗ്നൽ ആണിത്. സോ ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും തമ്മിൽ മിക്സ് ചെയ്യാണ്. സോ പ്ലസ് മൈനസ്. സോ ഇതാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഗെയിനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ഓക്കെ. സോ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഗെയിൻ ആണ്. സോ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് ഗെയിൻ കണ്ടുപിടിക്കാം. ഓക്കെ. ഗെയിൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു, സോ വാട്ട് ഈസ് മീൻ ബൈ ഔട്ട്പുട്ട്? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു A × VI ആണ് അല്ലെ? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ A × ഇൻപുട്ട് ആണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ട്. ഓക്കെ. സോ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് VI × ഗെയിൻ A ആണ്. സോ A × VI ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി ഫീഡ്ബാക്ക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് V0 ആണ്, ബീറ്റ ആണ് ഫീഡ്ബാക്ക് ഫാക്ടർ. സോ ഫീഡ്ബാക്ക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ × V0. ബീറ്റ × V0 ചെയ്ത് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് സിഗ്നൽ കിട്ടും. സോ ബീറ്റ × V0 ആണ്. ഇനി VI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് വരുന്ന നെറ്റ് സിഗ്നൽ ആണ് VI. അപ്പൊ ഏതിന്റെയൊക്കെ ഡിഫറൻസ് ആണ്? ഇവിടെ VS വരുന്നുണ്ട്, ഇവിടെ VF വരുന്നുണ്ട്. സോ VS പ്ലസും VF മൈനസും ആണ്. സോ VI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VS മൈനസ് VF ആണ്. ഇതാണ് VI എന്ന് പറയുന്നത്, ആംപ്ലിഫയറിന്റെ നെറ്റ് ഇൻപുട്ട്. സോ VS മൈനസ് VF ആണ് VI എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ A × VI അല്ലേ? സോ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു A × VIയുടെ സ്ഥാനത്ത് എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? VI ഈസ് VS മൈനസ് VF ആണ്. VS മൈനസ് VF അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. VIയുടെ അവിടെ VS മൈനസ് VF ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ V0 ഇസ് ഈക്വൽ ടു A × VS മൈനസ് VF. ഓക്കെ. സോ VF എന്താ നമുക്ക് അറിയാം, ബീറ്റ V0 ആണ്. അപ്പൊ ഞാൻ ഈ ഒരു VFന്റെ അവിടെ ബീറ്റ V0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എന്ത് വരും? V0 is equal to A × VS മൈനസ് VFന്റെ അവിടെ ബീറ്റ V0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. അപ്പൊ ഞാൻ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് V0 is equal to AVS മൈനസ് A ബീറ്റ V0 എന്ന് കിട്ടി. A ബീറ്റ V0 എന്ന് കിട്ടി. അല്ലെ V0ന്റെ ടേംസ് ഞാൻ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അതിനെ ഇങ്ങോട്ട് എടുത്തു, ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. സോ V0 പ്ലസ് ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് A ബീറ്റ V0 എന്ന് വരും. സോ V0 പ്ലസ്
എ ബീറ്റ വി നോട്ട് ഈക്വൽ ടു RHS എന്ത് വരും, AVS വരും. RHS എന്ത് വരും, AVS വരും. അപ്പൊ ഇന്ന് വി നോട്ട് ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. സോ വി നോട്ട് ഇൻറ്റു ബ്രാക്കറ്റിൽ എന്ത് വരും, 1 + A ബീറ്റ എന്ന് വരും. സോ വി നോട്ട് ഇൻറ്റു 1 + A ബീറ്റ ഇസ് ഈക്വൽ ടു AVS എന്ന് വരും, AVS. സോ ഇത് ഞാൻ വി നോട്ട് ബൈ VS എടുക്കുകയാണ്. സോ വി നോട്ട് ബൈ VS ആണ് നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത്. വി നോട്ട് ബൈ VS ആണ് ഗെയിൻ. സോ അതാണ് വി നോട്ട്, ഇതാണ് VS. വി നോട്ട് ഔട്ട്പുട്ട്, VS ഇൻപുട്ട്. സോ ഇത് നമ്മളുടെ റേഷ്യോ ആണ് ഗെയിൻ. സോ വി നോട്ട് ബൈ VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ആണ്. സോ ഗെയിൻ ഇതിന്ന് എന്ത് കിട്ടും, വി നോട്ട് ബൈ VS ചെയ്ത് കഴിഞ്ഞാൽ A/1 + A ബീറ്റ കിട്ടും. അതായത് നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ ആഫ്റ്റർ ഫീഡ്ബാക്ക് ഗെയിൻ എന്ന് പറയുന്നത് AF ആണ്. ആൻഡ് ദാറ്റ് AF ഇസ് ഈക്വൽ ടു ഗെയിൻ ബിഫോർ ഫീഡ്ബാക്ക് A/1 + A ബീറ്റ. അപ്പൊ നമുക്കുള്ള ഗെയിനുള്ള ഫോർമുല കിട്ടിയില്ലേ. സോ എന്താണ്, ഗെയിൻ ഡിറൈവ് ചെയ്യാൻ ഗെയിനിന്റെ ഇത് ചോദിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്ക്, വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ഗെയിൻ ചോദിച്ചിട്ടുണ്ട്. സോ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A/1 + A ബീറ്റ ആണ്. ഇനി നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസും ഡിസ്റ്റോർഷനും ആണ് നോക്കേണ്ടത്. സോ നമ്മൾ നോർമലി ഒരു ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, ഫീഡ്ബാക്ക് ഒന്നും ഇല്ലാത്ത കേസിലുള്ള ഒരു ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ആംപ്ലിഫയറിന്റെ നോർമൽ കേസിലുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് പറയുന്നത്. സോ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഇങ്ങനെയാണ്. ഓക്കെ, സോ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് പറയുമ്പോൾ Y ആക്സിസിൽ എന്താണ്, ഗെയിൻ ആണ്. X ആക്സിസിൽ എന്താണ്, X ആക്സിസിൽ ഫ്രീക്വൻസി ആണ്. സോ X ആക്സിസിൽ ഫ്രീക്വൻസി, Y ആക്സിസിൽ ഗെയിൻ. ഗ്രാഫ് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻസി റെസ്പോൺസ് കർവിന് എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗെയിൻ എന്താ ചെയ്യുന്നത്, ഈ ഗെയിൻ A ആയിരുന്നു നേരത്തുള്ള ഗെയിൻ A, ഇപ്പോഴുള്ള ഗെയിൻ എന്തായിട്ട് മാറും, A/1 + A ബീറ്റ ആയിട്ട് മാറും. സോ ഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഓക്കെ, ഗെയിൻ കുറയുന്നുണ്ട്. അപ്പോ ഫീഡ്ബാക്ക് ഇല്ലാത്തപ്പോഴുള്ള ഗെയിൻ A ആണ്. ഫീഡ്ബാക്ക് ഇല്ലാത്തപ്പോഴുള്ള ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണ്, ഫീഡ്ബാക്ക് ഇല്ലാത്തപ്പോഴുള്ള ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് ഇത്, FL എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക് ഇല്ലാത്ത സമയത്തുള്ള അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് ഇത്, FH എന്ന് പറയുന്നത്. അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് FH. അപ്പൊ ഈ FL - FH ഇതാണ് ഫീഡ്ബാക്ക് ഇല്ലാത്ത സമയത്തുള്ള ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതാണ് ഫീഡ്ബാക്ക് ഇല്ലാത്ത സമയത്തുള്ള ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഗെയിൻ കുറയും. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, ഗെയിൻ എന്ത് ചെയ്യും, കുറയും. സോ A/1 + A ബീറ്റ ആയിട്ട് ഗെയിൻ കുറയും. ഓക്കെ, സോ ഗെയിൻ കുറയുന്നു. അപ്പോൾ നമുക്ക് അറിയാം ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് ഈസ് എ കോൺസ്റ്റന്റ്. സോ ഗെയിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യും, കൂടും. സോ പുതിയ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, പുതിയ ബാൻഡ് വിഡ്ത്ത് ആഫ്റ്റർ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പഴയ ബാൻഡ് വിഡ്ത്തിനെ എന്ത് ചെയ്താൽ മതി, ഗെയിൻ 1 + A ബീറ്റ കൊണ്ട് കുറയുന്നത് കൊണ്ട് ബാൻഡ് വിഡ്ത്ത് ഇൻറ്റു 1 + A ബീറ്റ ആണ്. അപ്പൊ ഗെയിൻ കുറയുന്നു, ബാൻഡ് വിഡ്ത്ത് കൂടുന്നു. അപ്പൊ ഗെയിൻ കുറയുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഗെയിൻ ഈ ലെവലിലേക്ക് ഗെയിനിന്റെ വാല്യൂ കുറയുന്നു. സോ ഗെയിൻ കുറയുന്നു, പക്ഷെ എന്താണ്, ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. സോ ഗെയിൻ ഈ ലെവലിലേക്ക് ഗെയിൻ കുറഞ്ഞു, പക്ഷെ ബാൻഡ് വിഡ്ത്ത് കൂടി. ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്തു, ആ ലെവലിലേക്ക് ബാൻഡ് വിഡ്ത്ത് കൂടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, പുതിയ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണ്, ഇതാണ് പുതിയ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി FH*. ഇതാണ് പുതിയ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി FL*. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് പഴയ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻറ്റു 1 + A ബീറ്റ ആണ് വരിക, ഇൻറ്റു 1 + A ബീറ്റ ആണ് വരിക. അതുപോലെ തന്നെ പുതിയ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, പുതിയ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് പഴയ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി / 1 + A ബീറ്റ ആണ്. ഓക്കെ, അപ്പൊ പുതിയ ബാൻഡ് വിഡ്ത്ത് എന്താണ്, FH* - FL* ആണ് പുതിയ ബാൻഡ് വിഡ്ത്ത്. സോ പുതിയ ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു FH* - FL* ആണ്. FH* - FL*. ഇപ്പൊ FH* കൂടി, FL* കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്തു, കൂടി. സോ ബാൻഡ് വിഡ്ത്ത് ഏത് ഫാക്ടർ വെച്ചിട്ടാണ് കൂടുന്നത്, ഇൻറ്റു 1 + A ബീറ്റ എന്നുള്ള ഫാക്ടർ വെച്ചിട്ട് ബാൻഡ് വിഡ്ത്ത് കൂടി. സോ ബാൻഡ് വിഡ്ത്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് കർവിൽ ഈ ഒരു ഷേപ്പ് വന്നു, ഇതൊന്നും കൂടെ വൈഡായി, ബാൻഡ് വിഡ്ത്ത് കൂടുകയാണ് ചെയ്യുക. ഗെയിൻ എന്താ ചെയ്യുന്നത്, ഗെയിൻ ഈ ഒരു ലെവലിലേക്ക് കുറയുകയാണ് ചെയ്യുക, ബിക്കോസ് ഗെയിൻ ഈസ് / 1 + A ബീറ്റ. അപ്പൊ ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് കർവിൽ വരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വരുന്ന ഡിസ്റ്റോർഷനിൽ എന്ത് എഫക്റ്റ് ആണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, സോ നെറ്റ് ഡിസ്റ്റോർഷൻ ആഫ്റ്റർ ഫീഡ്ബാക്ക്, നെറ്റ് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഡിസ്റ്റോർഷൻ പ്ലസ് ഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ട് ആണ്. ഒറിജിനൽ ഡിസ്റ്റോർഷൻ പ്ലസ് ഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ട് ആണ്. സോ നെറ്റ് ഡിസ്റ്റോർഷൻ, that means distortion after feedback is equal to
ഡി ഡിസ്റ്റോർഷൻ ബിഫോർ ഫീഡ്ബാക്ക് മൈനസ് എ ബീറ്റ ഡി എഫ് ആണ്. എ ബീറ്റ ഡി എഫ്, അതായത് ഈ മൈനസ് സൈൻ വരാൻ കാരണം ഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ട് എന്താണ്, ആന്റി ഫേസ് ആണ്. ഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ടും ഫേസ് ഷിഫ്റ്റ് വരുന്നതുകൊണ്ട് നമ്മൾ സമ്മപ്പ് ചെയ്യുന്ന സമയത്ത്, ഇൻപുട്ടിൽ സമ്മപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു മൈനസ് സൈന് വന്നത്. അപ്പൊ ഇതിന്ന് ഞാൻ ഡി എഫിന്റെ ടേം ഒരു സൈഡിലേക്ക് എടുത്തു. സോ ഡി എഫ് പ്ലസ് എ ബീറ്റ ഡി എഫ് ഇസ് ഈക്വൽ ടു ഡി എന്ന് കിട്ടും. ഡി എഫ് ഞാൻ കോമൺ എടുത്തു. സോ ഡി എഫ് ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ ഇസ് ഈക്വൽ ടു ഡി എന്ന് കിട്ടും. അതിന് ഡി എഫ് ഇസ് ഈക്വൽ ടു ഡി ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റ ആണ്. അതായത് ആഫ്റ്റർ ഫീഡ്ബാക്ക് ഉള്ള ഡിസ്റ്റോർഷൻ, അതാണ് ഡി എഫ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ഫീഡ്ബാക്ക് ഉള്ള ഡിസ്റ്റോർഷൻ ആണ്. സോ ഫീഡ്ബാക്കിന് ശേഷമുള്ള ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ഫീഡ്ബാക്കിന് മുന്നേ ഉള്ള ഡിസ്റ്റോർഷൻ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബി ടി ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റോർഷൻ എന്താ ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്, ഡിവൈഡ് ബൈ എ ഫാക്ടർ 1 പ്ലസ് എ ബീറ്റ. സോ നമ്മൾ ഗെയിൻ എടുത്താലും ഗെയിൻ കുറയുന്നത് 1 പ്ലസ് എ ബീറ്റ കൊണ്ടാണ്. ബാൻഡ് വിഡ്ത്ത് എടുത്താൽ ബാൻഡ് വിഡ്ത്ത് കൂടുന്നത് ഏതുകൊണ്ടാണ്, 1 പ്ലസ് എ ബീറ്റ കൊണ്ടാണ്. ഡിസ്റ്റോർഷൻ എടുത്താൽ ഡിസ്റ്റോർഷൻ കുറയുന്നത് ഏതാണ്, 1 പ്ലസ് എ ബീറ്റ. സോ ഈ 1 പ്ലസ് എ ബീറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് നെഗറ്റീവ് ഫീഡ്ബാക്കിനെ സംബന്ധിച്ച്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ചെയ്തു. ഗെയിൻ്റെ കേസാണ് ആദ്യം നമ്മളോട് ചോദിച്ചത്. സോ ഗെയിൻ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബി ടി ആയി. പിന്നെ നമ്മളോട് ഫ്രീക്വൻസി റെസ്പോൺസും ഡിസ്റ്റോർഷനുമാണ് ചോദിച്ചത്. ഫ്രീക്വൻസി റെസ്പോൺസ് ഈ കർവ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിക്കും ബാൻഡ് വിഡ്ത്തിനും എന്ത് മാറ്റമാണ് ഫീഡ്ബാക്കിന് ശേഷം സംഭവിച്ചത് നമ്മൾ എഴുതി. ഡിസ്റ്റോർഷന്റെ കേസിലും എന്താണ് സംഭവിച്ചത്, ഡിസ്റ്റോർഷൻ കുറയാണ് 1 പ്ലസ് എ ബീറ്റ കൊണ്ടെന്നും നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തു. സോ ടോട്ടൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി 7 മാർക്കിന്റെ ബി സെക്ഷൻ, അതായത് എസ് എയിലെ ബി സെക്ഷൻ നോക്കാം. എക്സ്പ്ലെയിൻ വോൾട്ടേജ് ഷണ്ട് ആൻഡ് കറണ്ട് സീരീസ് ഫീഡ്ബാക്ക് ടോപ്പോളജി. അതായത് 4 ടോപ്പോളജി ഉണ്ട് എന്ന് അറിയാം. സോ 4 ടോപ്പോളജിയിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വോൾട്ടേജ് ഷണ്ടും കറണ്ട് സീരീസ് ടോപ്പോളജിയാണ്. 7 മാർക്ക്. ഓക്കെ, സോ നിങ്ങൾ ആ 2 ടോപ്പോളജിയും ഡയഗ്രാം വരയ്ക്കുക, അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വോൾട്ടേജ് ഷണ്ട് ടോപ്പോളജിയാണ്. വോൾട്ടേജ് ഷണ്ട് ടോപ്പോളജി. അപ്പൊ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ സെക്ഷൻ എന്ന് പറയുന്നത്. സോ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് ഇവിടുന്നാണ്. ഓക്കെ, സോ വോൾട്ടേജ് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ്, നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുന്ന പാരാമീറ്റർ വോൾട്ടേജ് ആയിരിക്കും. ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുന്ന പാരാമീറ്റർ വോൾട്ടേജ് ആയിരിക്കും. ദാറ്റ് മീൻസ് വോൾട്ടേജ് സാമ്പിളിംഗ് ആയിരിക്കും നടക്കുക. ഔട്ട്പുട്ട് എടുക്കുന്ന പാരാമീറ്റർ വോൾട്ടേജ് ആണ്, വോൾട്ടേജ് സാമ്പിളിംഗ്. സോ ഔട്ട്പുട്ടിൽ നമ്മൾ എങ്ങനെ വോൾട്ടേജ് എടുക്കുക, ഔട്ട്പുട്ടിൽ നിന്ന് ഷണ്ട് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. സോ ഷണ്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പാരലലി ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. സോ വി ആർ ടേക്കിംഗ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ലൈക്ക് ഷണ്ട്. സോ വോൾട്ടേജ് സാമ്പിളിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഫീഡ്ബാക്ക് ഫാക്ടർ ആണ് ബീറ്റ. ഇനി ഇൻപുട്ടിൽ എന്താണ്, ഷണ്ട് ആണ്. വോൾട്ടേജ് ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തു, ഇൻപുട്ടിൽ മിക്സിംഗ് എന്താണ്, ഷണ്ട് മിക്സിംഗ്. സോ ഇൻപുട്ട് മിക്സിംഗ് ഈസ് ഷണ്ട് മിക്സിംഗ്. സോ ഷണ്ട് ആയിട്ട് മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ ഷണ്ട് ആയിട്ട് മിക്സ് ചെയ്യുന്ന കറന്റ് ആണ്. സോ ഇൻപുട്ടിൽ ആൾറെഡി ഒരു കറന്റ് സോഴ്സ് ഉണ്ട്. ഇതാണ് ഇൻപുട്ടിലുള്ള കറന്റ് സോഴ്സ്. ഇനി നമ്മളെ ഫീഡ്ബാക്ക് വഴി വരുന്ന നമ്മുടെ ഫീഡ്ബാക്ക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എഫ് എന്ന് പറയുന്ന കറണ്ട് സോഴ്സ് ആണ് ഫീഡ്ബാക്ക് കറന്റ് എന്ന് പറയുന്നത്. സോ ഈ ഫീഡ്ബാക്ക് കറന്റും നമ്മുടെ സോഴ്സ് കറന്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇൻപുട്ട് കറന്റ് വരുന്നത്. സോ ഇൻപുട്ട് കറന്റ് ഈസ് ഐ എസ് മൈനസ് ഐ എഫ് ആണ്. അപ്പൊ ഇൻപുട്ടിൽ എന്താണ്, കറന്റ് ആണ്. സോ ഇൻപുട്ടിൽ കറന്റ് എന്ത് മിക്സിംഗ് ആണ് ഇൻപുട്ടിൽ വരിക, ഷണ്ട് മിക്സിംഗ് ആണ് വരിക. സോ ഇൻപുട്ടിൽ ഷണ്ട് മിക്സിംഗ്, ഔട്ട്പുട്ടിൽ എന്താണ്, ഔട്ട്പുട്ടിൽ ഷണ്ട് ആയിട്ടാണ് എടുക്കുന്നത് വോൾട്ടേജ്, ഔട്ട്പുട്ടിൽ ഷണ്ട് ആയിട്ട് സാമ്പിൾ ചെയ്യുന്നു. സോ ഔട്ട്പുട്ടിൽ എന്താണ്, ഷണ്ട് സാമ്പിളിംഗ് ആണ്. സോ ഔട്ട്പുട്ടിൽ ഷണ്ട് സാമ്പിളിംഗ്. സോ ഔട്ട്പുട്ടിൽ നിന്ന് ഷണ്ടായിട്ട് കറന്റ് എടുക്കുന്നു, ഇൻപുട്ടിൽ ഔട്ട്പുട്ടിൽ നിന്ന് ഷണ്ടായിട്ട് വോൾട്ടേജ് എടുക്കുന്നു, ഔട്ട്പുട്ടിൽ നിന്ന് ഷണ്ടായിട്ട് വോൾട്ടേജ് എടുക്കുന്നു, ഇൻപുട്ടിൽ ഷണ്ടായിട്ട് കറന്റ് മിക്സ് ചെയ്യുന്നു. സോ ഔട്ട്പുട്ട് പാരാമീറ്റർ വോൾട്ടേജും ഇൻപുട്ട് പാരാമീറ്റർ എന്താണ്, കറന്റും ആണ് വരുന്നത്. ഓക്കെ, സോ ഗെയിൻ ഔട്ട്പുട്ട് പാരാമീറ്റർ വോൾട്ടേജും ഇൻപുട്ട് പാരാമീറ്റർ എന്താണ്, കറന്റും ആണ്. സോ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറന്റ് ആണ്. ദാറ്റ് മീൻസ് ട്രാൻസ് റെസിസ്റ്റൻസ് ആംപ്ലിഫയർ എന്നാണ് ഇതിനെ പറയുക, ട്രാൻസ് റെസിസ്റ്റൻസ് ആംപ്ലിഫയർ. ഇനി ഫീഡ്ബാക്ക് ഫാക്ടർ നോക്കുക. ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ കറന്റും ഇൻപുട്ടിൽ വോൾട്ടേജ് ആണ്. സോ ഐ എഫ് ഡിവൈഡ് ബൈ വി ഔട്ട് ആണ് ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്കിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇൻപുട്ടിലും ഷണ്ടാണ്, ഔട്ട്പുട്ടിലും ഷണ്ടാണ്. സോ രണ്ട് സൈഡും ഷണ്ട് ആയതുകൊണ്ട് ഇൻപുട്ട് ഇംപിഡൻസും കുറയും, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇംപിഡൻസും കുറയാണ് ചെയ്യുക. സോ രണ്ടും കുറയുന്നത് ഏത് ഫാക്ടർ വെച്ചിട്ടാണ്? 1 + a β എന്നുള്ള ഫാക്ടർ വെച്ചിട്ട് ഇൻപുട്ട് ഇംപിഡൻസും ഔട്ട്പുട്ട് ഇംപിഡൻസും കുറയാണ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ വോൾട്ടേജ് ഷണ്ട് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് കറണ്ട് സീരീസ് ആണ്. സോ കറണ്ട് സീരീസ് ടോപ്പോളജിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ കറണ്ട് സീരീസ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പാരാമീറ്റർ ഏതാണ്? കറണ്ട് ആണ്. സോ ഔട്ട്പുട്ടിൽ നിന്ന് കറണ്ട് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? സീരീസ് ആയിട്ടാണ് എടുക്കുന്നത്. സോ സീരീസ് സാമ്പിളിംഗ് ആണ് വരുന്നത്. സോ സീരീസ് സാമ്പിളിംഗ്. സോ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പാരാമീറ്റർ കറണ്ട് ആണ്. കറണ്ട് സീരീസ് സാമ്പിൾ ചെയ്തു. ഇൻപുട്ടിൽ എന്താണ്? സീരീസ് ആണ്. ഇൻപുട്ടിൽ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? വോൾട്ടേജ് ആണ് മിക്സ് ചെയ്യുന്നത്. സോ വോൾട്ടേജ് മിക്സിംഗ് ആണ്. സോ വോൾട്ടേജ് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. സോ സീരീസ് ആയിട്ട് നമ്മൾ വോൾട്ടേജ് മിക്സ് ചെയ്യുന്നു. സോ സീരീസ് ആയിട്ട് വോൾട്ടേജ് മിക്സ് ചെയ്യുന്നു. ഔട്ട്പുട്ടിൽ നിന്ന് സീരീസ് ആയിട്ട് കറണ്ട് സാമ്പിൾ ചെയ്യുന്നു. സോ സീരീസ് എന്ന് ഇതിനെ പറയാം. ഓക്കെ, സോ ഇതിനെ സീരീസ് എന്ന് പറയാം. സോ ഔട്ട്പുട്ട് പാരാമീറ്റർ കറണ്ടും ഇൻപുട്ട് പാരാമീറ്റർ എന്താണ്? വോൾട്ടേജ് ആണ്. അപ്പൊ ഇൻപുട്ടിലുള്ള വോൾട്ടേജ് VS ആണ്, ഫീഡ്ബാക്കിൽ എന്ത് വരുന്നുണ്ട്? വോൾട്ടേജ് വരുന്നുണ്ട്. സോ VS - VF ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ കറണ്ട് എടുക്കുന്ന ഔട്ട്പുട്ട് പാരാമീറ്റർ എന്താണ്? കറണ്ട് ആണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. സോ ഔട്ട്പുട്ട് പാരാമീറ്റർ കറണ്ട്, ഇൻപുട്ട് പാരാമീറ്റർ വോൾട്ടേജ്. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? VF / ഔട്ട്പുട്ട് കറണ്ട്, I ഔട്ട് ആണ് വരിക. അപ്പൊ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. സോ കറണ്ട് ബൈ വോൾട്ടേജ്. സോ കറണ്ട് ബൈ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് കണ്ടക്ടൻസ് ആംപ്ലിഫയർ എന്നാണ് ഇതിന്റെ വേറൊരു പേര് വരുന്നത്. ട്രാൻസ് കണ്ടക്ടൻസ് ആംപ്ലിഫയർ. സോ ഇൻപുട്ടിൽ സീരീസ്, ഔട്ട്പുട്ടിൽ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഇംപിഡൻസും ഇൻക്രീസ് ചെയ്യാണ്, ഔട്ട്പുട്ട് ഇംപിഡൻസും എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുക. സോ ഏത് ഫാക്ടർ വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്? 1 + a β എന്നുള്ള ഫാക്ടർ വെച്ചിട്ട് ഇൻപുട്ട് ഇംപിഡൻസും ഔട്ട്പുട്ട് ഇംപിഡൻസും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് കറണ്ട് സീരീസ് ടോപ്പോളജിയെ കുറിച്ച് പറയേണ്ടത്. അപ്പൊ ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി വെച്ചിട്ട് 3.5 + 3.5 ടോട്ടൽ 7 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇനി നമുക്ക് എസ്സേയിലെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ വിത്ത് എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം. അതായത് ഒരു വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ ആദ്യം വരയ്ക്കുക. എന്നിട്ട് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. അതായത് ആ ഒരു വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഉള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആൻഡ് ദ കണ്ടീഷൻ ഫോർ ഓസിലേഷൻ. അതായത് ഈ ഒരു വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ സസ്റ്റെയിൻഡ് ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളതുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരച്ച് ഇതിന്റെ വർക്കിംഗ്, അതിനുശേഷം ഇതിന്റെ ഡെറിവേഷനിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ബ്രിഡ്ജ് ഉണ്ടാവും. സോ ഇതാണ് ആക്ച്വലി നമ്മുടെ വീൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ദി വീൻ ബ്രിഡ്ജ്. ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ട്. സോ ഈ വീൻ ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു സീരീസ് RC ഉണ്ടാവും. ഇതിലൊരു സീരീസ് RC ഉണ്ട്. ഇതാണ് നമ്മുടെ സീരീസ് RC. അതുപോലെ തന്നെ ഇതിലൊരു പാരലൽ RC ഉണ്ടാവും. ഒരു സീരീസ് RCയും ഒരു പാരലൽ RC ഉണ്ട്. ഈ വീൻ ബ്രിഡ്ജ് ഫേസ് ഷിഫ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണുള്ളത്. ഇനി BJT യൂസ് ചെയ്തിട്ടുള്ള 2 ആംപ്ലിഫയർ ഇതിലുണ്ട്. സോ 2 ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ 2 സ്റ്റേജ് ആണ്. അതായത് ദിസ് ഈസ് എ ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് ദിസ് ഈസ് എ സെക്കൻഡ് സ്റ്റേജ്. 2 സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. അപ്പൊ കോമൺ എമിറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ 180 ഡിഗ്രി ആണ് ഒരു സ്റ്റേജിന്റെ ഫേസ് ഷിഫ്റ്റ്. സോ അടുത്ത സ്റ്റേജും 180 ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 180 + 180 ദാറ്റ് ഈസ് 360 ഡിഗ്രി. നമ്മുടെ ബാർക്കോസൻ ക്രൈറ്റീരിയ നമ്മൾ മൊത്തം ലൂപ്പ് എടുക്കുകയാണെങ്കിൽ ഫേസ് ആംഗിൾ എന്തായിരിക്കണം? ഒന്നെങ്കിൽ 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കണം. സോ 180 ഈ ഒരു ആംപ്ലിഫയർ, ഈ ഒരു ആംപ്ലിഫയർ 180. സോ 180 + 180 360 ഡിഗ്രി നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ് ഇത്. ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നമുക്ക് ഫേസ് ആംഗിളോ ഫേസ് ഷിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ സീരീസ് RCയും ഒരു പാരലൽ RC ഉണ്ട്. ഇതാണ് നമ്മുടെ RC അല്ലെങ്കിൽ നമ്മളെ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. സോ ഈ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ പോലെ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. അപ്പൊ നമുക്ക് ഇത് അനലൈസ് ചെയ്യണം.
സോ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ് അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ് നമ്മൾ ഇതിന്റെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ് അനലൈസ് ചെയ്തിട്ട് ഗെയിനും അതുപോലെ തന്നെ സസ്റ്റൈൻഡ് ഓസിലേഷനുള്ള കണ്ടീഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ ആണ് എടുത്ത് അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു സെക്ഷനെ മാത്രം എടുത്ത് സെപ്പറേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആണ് അനലൈസ് ചെയ്യുന്നത്. സോ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഇവിടെ സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സീരീസ് ആർ സി, ഇതാണ് നമ്മുടെ പാരലൽ ആർ സി. ഇനി സീരീസ് ആർ സി ഡി പാരലൽ ആർ സി ഡിയും ഇടയിലുള്ള പോയിന്റ് നോക്കുക. സീരീസ് ആർ സി ഡി പാരലൽ ആർ സി ഡിയും ഇടയിലുള്ള ഈ ഒരു പോയിന്റ്, ഈ പോയിന്റ് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ പോയിന്റ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? സീരീസ് ആർ സി പാരലൽ ആർ സിയും ഇടയിലുള്ള പോയിന്റ് ഏതാണ്? നമ്മുടെ ഫീഡ്ബാക്ക് സിഗ്നൽ ആണ് വരുന്നത്. ഓക്കെ, ദെൻ R3 R4ന്റെ ഇടയിലുള്ള പോയിന്റ്, അതായത് R3 R4 എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് R3, ദിസ് ഈസ് R4, അതിന്റെ ഇടയിലുള്ള പോയിന്റ്. അതിന്റെ ഇടയിലുള്ള പോയിന്റ് എങ്ങോട്ടാ പോയിരിക്കുന്നത്? R3 R4ന്റെ ഇടയിലുള്ള പോയിന്റ് എങ്ങോട്ടാ പോയിരിക്കുന്നത്? ഫീഡ്ബാക്ക് സിഗ്നൽ തന്നെയാണ്. സോ ദിസ് ഈസ് ആൾസോ ഫീഡ്ബാക്ക് സിഗ്നൽ. ദെൻ R4ഉം പാരലൽ ആർ സി, R4ഉം പാരലൽ ആർ സി നേരെ എങ്ങോട്ടാ? ഗ്രൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. സോ ഈ ഒരു പോയിന്റ് ഗ്രൗണ്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി R3യും സീരീസ് ആർ സി, R3 ഇതാ സീരീസ് ആർ സി, അത് നേരെ എങ്ങോട്ടാ? ഔട്ട്പുട്ടിലേക്കാണ് പോയിരിക്കുന്നത്. സോ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജും കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ നമ്മൾ ഫീഡ്ബാക്ക് സർക്യൂട്ട് മാത്രം എടുത്തു വരച്ചു, അതായത് നമ്മൾ വീൻ ബ്രിഡ്ജ് എടുത്തു വരച്ചു. സീരീസ് ആർ സി ഉണ്ട്, പാരലൽ ആർ സി ഉണ്ട്, R3 R4 ഉണ്ട്. അത് കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജസ്, ഇത് ഫീഡ്ബാക്ക് വോൾട്ടേജ്, ഇത് ഫീഡ്ബാക്ക് വോൾട്ടേജ്, ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇനി നമുക്ക് ബീറ്റ അതിൻ്റെയൊക്കെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഞാൻ ഇതിൽ വി എഫിനുള്ള ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. വി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് ആണ് വി എഫ്. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ദിസ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് വി എഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി എഫ് എനിക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂള് അപ്ലൈ ചെയ്യാം. സോ വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ വി നോട്ട് ആണ് മെയിൻ വോൾട്ടേജ്. സോ വി നോട്ട് ഇൻറ്റു ദിസ് ഇമ്പിഡൻസ് ഡിവൈഡഡ് ബൈ ദിസ് ഇമ്പിഡൻസ് പ്ലസ് ദിസ് ഇമ്പിഡൻസ്, അതായത് വി നോട്ട് ഇൻറ്റു ദിസ് ഇമ്പിഡൻസ് പ്ലസ് ഈ ആർ സിയുടെ ഇമ്പിഡൻസ് പ്ലസ് ഈ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവിഷൻ. ഞാൻ അതിന്റെ മാത്തമാറ്റിക്കൽ നിങ്ങൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്, എന്നാലും ഞാൻ ഇവിടെ മാത്തമാറ്റിക്കലി അതിന്റെ ഡെറിവേഷൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സോ വി എഫ് ഇസ് ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു ഈ ഒരു പാരലൽ കോമ്പിനേഷന്റെ ഇമ്പിഡൻസ്, ദാറ്റ് ഈസ് R ഇൻറ്റു 1/j⍵c ഡിവൈഡ് ബൈ R പ്ലസ് 1/j⍵c ഡിവൈഡ് ബൈ ടോട്ടൽ. ഇത് രണ്ടിന്റെയും കൂടെ സമ്മ് എന്ന് പറഞ്ഞാൽ ഇത് സീരീസ് ആർ സി ആണ്. സോ എന്ത് വരും? R പ്ലസ് 1/j⍵c പ്ലസ് ഇതിന്റെ പാരലൽ കോമ്പിനേഷൻ, അതായത് R ഇൻറ്റു 1/j⍵c ഡിവൈഡ് ബൈ R പ്ലസ് 1/j⍵c. അപ്പൊ ഇതിന് സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. സോ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വി എഫ് ഇസ് ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു R divided by 1 plus j⍵RC divided by 1 plus j⍵RC by j⍵c plus R divided by 1 plus j⍵RC. ഓക്കെ, അപ്പൊ ഇതിനെ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി എഫിനുള്ള എക്സ്പ്രഷൻ കിട്ടുന്നത് വി എഫ് ഇസ് ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു j⍵RC ഡിവൈഡഡ് ബൈ 1 plus j⍵RC ഹോൾ സ്ക്വയർ പ്ലസ് j⍵RC. അപ്പൊ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള അനാലിസിസ് തന്നെയാണ്, ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്താണ്, ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് വി എഫിനുള്ള സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ കിട്ടും. സോ വി എഫിനുള്ള എക്സ്പ്രഷൻ ഇതാണ് വി നോട്ട് ഇൻറ്റു j⍵RC ഡിവൈഡ് ബൈ 1 plus j⍵RC ഹോൾ സ്ക്വയർ പ്ലസ് j⍵RC. അപ്പൊ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ j ഇൻറ്റു വി നോട്ട് ⍵RC ഡിവൈഡ് ബൈ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് ω² R² C പ്ലസ് 3j⍵RC എന്ന് വരും. അപ്പൊ ഇതൊന്ന് വി നോട്ട് ബൈ വി എഫ് എന്നുള്ള ടേം ആക്കുക. വി നോട്ട് ബൈ വി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി നോട്ട് ബൈ വി എഫ് എന്നുള്ള ടേം ആക്കി മാറ്റുക. സോ വി നോട്ട് ബൈ വി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 1 മൈനസ് ω² R² C² ഡിവൈഡ് ബൈ j⍵RC പ്ലസ് 3. ഓക്കെ, സോ ഇതിന്റെ രണ്ട് സൈഡും ഈക്വേഷൻ കിട്ടി. ഇതിന്റെ രണ്ട് സൈഡും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുക. ആദ്യം നിങ്ങൾ ഇമാജിനറി പാർട്ട് രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇമാജിനറി പാർട്ടിൽ ടേംസ് ഒന്നുമില്ല. സോ ഇവിടെ ഇമാജിനറി പാർട്ട് ടേംസ് ഒന്നുമില്ല. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്യുക. സോ 0 ഇസ് ഈക്വൽ ടു 1 മൈനസ് ω² R² C² ഡിവൈഡ് ബൈ ω⍵RC എന്ന് വരും. അപ്പൊ ഇതാണ് വരിക. ഓക്കെ, ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ ω²
R² C² is equal to 1 കിട്ടും. അപ്പൊ ഇതിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കിട്ടും വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ കേസിൽ. സോ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ എക്സ്പ്രഷൻ കിട്ടുക F is equal to 1/2πRC ആണ് കിട്ടുക. F is equal to 1/2πRC ആണ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ എക്സ്പ്രഷൻ വരുന്നത്, 1/2πRC. സോ വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ കേസിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഇനി റിയൽ പാർട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ഇവിടെ 3 ആണ് വരിക, ഇവിടെ 3 ആണ് വരിക. ഇവിടെ റിയൽ പാർട്ടിന് എന്താണ്, V0/VF. സോ V0/VF is equal to 3. V0/VF is equal to 3. സോ V0/VF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1/β ആണ് കേട്ടോ. V0/VF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/β ആണ് വരിക. ഓക്കെ, സോ V0/VF is 3 എന്ന് പറഞ്ഞാൽ 1/β is equal to 3. സോ വാട്ട് ഈസ് ബീറ്റ? ബീറ്റ is equal to 1/3 എന്ന് വരും. ഇനി നമ്മുടെ ബാർക്കോസൻ ക്രൈറ്റീരിയ നമ്മുടെ കയ്യിലുണ്ട്. സസ്റ്റൈൻഡ് ഓസിലേഷന് വേണ്ടിയിട്ട് ബാർക്കോസൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് A ബീറ്റ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ 1 കിട്ടണം. അപ്പോൾ ബീറ്റ 1/3 ആണെങ്കിൽ എയുടെ വാല്യൂ എത്ര ആയിരിക്കും? എയുടെ വാല്യൂ 3 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗെയിൻ എത്ര ആയിരിക്കും? ഈ ഒരു ആംപ്ലിഫയറിന്റെ, അതായത് 2 സ്റ്റേജ് ആയിട്ട് ആണ് ആംപ്ലിഫയർ, ഒരു 2 കോമൺ എമിറ്റർ ആംപ്ലിഫയേഴ്സ് കാസ്കേഡ് ചെയ്തിരിക്കുകയാണ്. സോ 2 സ്റ്റേജിന്റെയും കൂടെ ടോട്ടൽ ഗെയിൻ എത്ര ആയിരിക്കണം? 2 സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എത്ര ആയിരിക്കണം? 3 ആയിരിക്കണം. അപ്പൊ ബീറ്റ 1/3, എ എന്തായിരിക്കണം? 3. അങ്ങനെയാണെങ്കിൽ എ ബീറ്റ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഇപ്പൊ നമ്മളിപ്പോ VF കണ്ടുപിടിച്ചത് എവിടെയാണ്? ഈ ഒരു ഇതിനെ ക്രോസ് ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പാത്തിലും എന്ത് ചെയ്യാം, VF കണ്ടുപിടിക്കാം. VF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ R4 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് അക്രോസ് നമുക്ക് എന്ത് ചെയ്യാം, VF കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് വരും? ആ രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ച എന്ത് വരും? സോ VF is equal to V0 into R4. V0 into R4 divided by, so VF is equal to V0 into R4 divided by R3 plus R4. ഓക്കെ, അപ്പൊ അതൊന്ന് VF/V0 എന്ത് വരും? ഫ്രം ദിസ് VF/V0 is equal to R4 divided by R3 plus R4. So VF/V0 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. സോ VF/V0 is 1/3. So 1/3 is equal to R4 divided by R3 plus R4. അല്ലെങ്കിൽ ഇതിൽ നേരെ തിരിച്ച് എഴുതി കഴിഞ്ഞാൽ 3 is equal to, റിവേഴ്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ R3 plus R4 divided by R4 ആണ്. ഡിവൈഡ് ബൈ R4. അപ്പൊ എന്ത് വരും? 3 is equal to R4/R4 1 ആവും. സോ 1 plus R3/R4. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R3/R4 എന്ത് വരും? R3/R4 is equal to 3 minus 1, 2 വരും. അപ്പൊ R3/R4 is 2 വരും. സോ R3/R4 റിലേഷൻ എന്താണെന്ത്? R3 is equal to 2R4. സോ ദിസ് ഈസ് എ കണ്ടീഷൻ ഫോർ ഓസിലേഷൻ. ഇതാണ് വീൻ ബ്രിഡ്ജിന്റെ കേസിലുള്ള ഓസിലേഷനുള്ള കണ്ടീഷൻ. ഓക്കെ, സോ നമ്മൾ എയുടെ വാല്യൂ ഗെയിൻ കണ്ടുപിടിച്ചു, 3 ആണ്. ബീറ്റ 1/3 ആണ്. അതുപോലെ തന്നെ ഇതിന്റെ കേസിലുള്ള ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിച്ചു. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ എക്സ്പ്രഷൻ 1/2πRC ആണ്. അതുപോലെ തന്നെ R3 R4 തമ്മിലുള്ള റിലേഷനും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു 1 kHz ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി 1 kHz എടുക്കുക. നമ്മളൊരു 1 microfarad എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറിന്റെ വാല്യൂം ഡിസൈൻ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പോണൻസും ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സിയുടെ വാല്യൂ ഒരു നോൺ വാല്യൂ ആയിട്ട് എടുക്കുക. ഫ്രീക്വൻസി എത്രയാണോ വേണ്ടതെന്നുള്ളത് നോക്കുക. 1/2πRCയിൽ ഫ്രീക്വൻസി അറിയാം, C അറിയാം. അപ്പോൾ നമുക്ക് R കിട്ടും. അപ്പൊ ഈ R ഉം C യും കിട്ടും. R4 R3 റിലേഷൻ 2 ആണെന്ന് അറിയാം. അത് നമുക്ക് R3 R4 കിട്ടും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വളരെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് അനലൈസ് ചെയ്തിട്ടാണ് ഇത്രയും പാരാമീറ്റേഴ്സ് കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഇനി B ക്വസ്റ്റ്യൻ നോക്കാം. Which type of feedback is implemented in emitter follower circuit? അതായത് എമിറ്റർ ഫോളോവറിൽ ഏത് ഫീഡ്ബാക്ക് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ്. അതായത് എമിറ്റർ ഫോളോവർ സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏത് ഫീഡ്ബാക്ക് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തിട്ട് അതിന്ന് വോൾട്ടേജ് ഗെയിനും അതിന്ന് വോൾട്ടേജ് ഗെയിനും ഇൻപുട്ട് ഇംപിഡൻസും ഔട്ട്പുട്ട് ഇംപിഡൻസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്.
അപ്പൊ ആദ്യം ഇതിൽ എമിറ്റർ ഫോളോവറിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ നിങ്ങൾ ഈ ഒരു സർക്യൂട്ടാണ് ആദ്യം വരയ്ക്കേണ്ടത്. ഇതാണ് എമിറ്റർ ഫോളോവറിന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, സോ എമിറ്റർ ഫോളോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോമൺ കളക്ടർ ആണ്. കോമൺ കളക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് എവിടെ കൊടുക്കുക? ഇൻപുട്ട് കൊടുക്കുന്നത് ബേസിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ബേസിലാണ് ഇൻപുട്ട് കൊടുക്കുക. ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്ററിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ എമിറ്ററിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുക. കളക്ടർ എന്താണ്? നേരിട്ട് ഗ്രൗണ്ട് ആണ്. സോ കളക്ടർ ഒരു കപ്പാസിറ്റർ വഴി ഗ്രൗണ്ട് ആണ്. AC അനാലിസിസ് വരുമ്പോൾ ഈ കപ്പാസിറ്റർ ഷോർട്ട് ആവും, നേരെ ഗ്രൗണ്ടിലേക്ക് പോകും. ദെൻ R1 R2 നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ്. സോ അതിലുള്ള റെസിസ്റ്റർ ആണ് R1 R2. ദെൻ RC കളക്ടർ റെസിസ്റ്റൻസ്, RE എമിറ്ററിൽ വരുന്ന റെസിസ്റ്റൻസ് ആണ്. ദെൻ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ആണ് VS. അതിന്റെ കൂടെ സീരീസ് റെസിസ്റ്റൻസ് RS എന്ന് പറഞ്ഞ റെസിസ്റ്റൻസും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ എമിറ്റർ ഫോളോവർ ആണ്. എമിറ്റർ ഫോളോസ് ദി ഇൻപുട്ട് എന്നാണ്. ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ 1 ആണ്. കോമൺ കളക്ടർ സർക്യൂട്ട് എന്നും പറയും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ടോപ്പോളജി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് വോൾട്ടേജ് സീരീസ് ടോപ്പോളജി. ഇത് ഏത് ടോപ്പോളജിയാണ്? വോൾട്ടേജ് സീരീസ് ടോപ്പോളജി. ഓക്കെ, സോ ഔട്ട്പുട്ടിൽ നിന്ന് വോൾട്ടേജ് ആണ് എടുക്കുന്നത്, അത് ഇൻപുട്ടിൽ മിക്സ് ചെയ്യുന്നുണ്ട്. സോ ഇൻപുട്ടിൽ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് മിക്സിംഗ് ആണ്. സോ ഔട്ട്പുട്ടിൽ നിന്ന് ഷണ്ടായിട്ട് വോൾട്ടേജ് എടുക്കുന്നു. ഔട്ട്പുട്ടിൽ നിന്ന് ഷണ്ടായിട്ട് വോൾട്ടേജ് എടുക്കുന്നു. ഇൻപുട്ടിൽ അത് എന്ത് ചെയ്യുന്നു? സീരീസ് ആയിട്ട് മിക്സ് ചെയ്യുന്നു. സീരീസ് ആയിട്ട് മിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ ഇൻപുട്ടിൽ വോൾട്ടേജ് തന്നെ സീരീസ് ആയിട്ട് മിക്സ് ചെയ്യുന്നു. സോ ഔട്ട്പുട്ടിൽ ഷണ്ടാണ്, ഇൻപുട്ടിൽ സീരീസ് ആണ്. സോ ഔട്ട്പുട്ടിൽ ഷണ്ടാണ്, ഇൻപുട്ടിൽ സീരീസ് ആണ്. സോ ഇതിന്റെ വേറെ പേര് വോൾട്ടേജ് സീരീസ് അല്ലെങ്കിൽ സീരീസ് ഷണ്ട്. വേറെ പേര് സീരീസ് ഷണ്ട്. ഇതിന്റെ വേറെ പേരെന്താണ്? സീരീസ് ഷണ്ട് ആണ്. സോ ഔട്ട്പുട്ടിലും വോൾട്ടേജ്, ഇൻപുട്ടിലും വോൾട്ടേജ്. സോ ഇത് വോൾട്ടേജ് ആംപ്ലിഫയർ എന്നും ഇതിനെ പറയാം. സോ ഇതിന്റെ വേറൊരു പേരെന്താണ്? വോൾട്ടേജ് ആംപ്ലിഫയർ. വോൾട്ടേജ് ആംപ്ലിഫയർ ഇതിന്റെ വേറെ പേരാണ് വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ട് വോൾട്ടേജ് സീരീസ് ആയി എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത് എവിടെയാണ്? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എമിറ്റർ എന്നാണ് ഔട്ട്പുട്ട് എടുക്കുക. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്? ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VRE ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് വോൾട്ടേജ് അക്രോസ് RE. സോ VRE ആണ് വരിക. ഇനി ഇൻപുട്ട് വോൾട്ടേജ് നിങ്ങൾ നോക്കുക. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എവിടെ വരുന്ന വോൾട്ടേജ് ആണ് ഇൻപുട്ട് വോൾട്ടേജ്? ഈ ഒരു ബേസിൽ വരുന്ന വോൾട്ടേജ് ആണ് ഇൻപുട്ട് വോൾട്ടേജ്. അതായത് ബേസ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് വരുന്നതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. ഇതാണ് നമ്മുടെ ഇൻപുട്ട്. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കുറച്ച് ബേസിനും എമിറ്ററിനും അക്രോസ് ഡ്രോപ്പ് ആയി, ദാറ്റ് ഈസ് VBE. ബാക്കി എന്താണ്? REക്ക് അക്രോസ് ഡ്രോപ്പ് ആയി. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് ഈസ് VBE പ്ലസ് VRE ആണ്. അപ്പൊ നിങ്ങൾ ഈ VRE എന്ന് പറയുന്ന ടേം ശ്രദ്ധിച്ചേ. VRE എന്ന് പറയുന്ന ടേം ഇൻപുട്ടിന്റെ എക്സ്പ്രഷനിലും ഉണ്ട്, ഔട്ട്പുട്ടിന്റെ എക്സ്പ്രഷനിലും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VI is equal to VBE പ്ലസ് V0 ഔട്ട്പുട്ട് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ REക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇൻപുട്ടിന് അക്രോസും ഉണ്ട്, ഇൻപുട്ടിലും വരുന്നുണ്ട്, ഔട്ട്പുട്ടിലും വരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിലത്തെ പാരാമീറ്റർ ആണ് എന്ത്? VRE. സോ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ഏത് പാരാമീറ്റർ എടുക്കുന്നത്? VRE എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പാരാമീറ്റർ. സോ ഔട്ട്പുട്ട് നമ്മൾ എന്താ എടുക്കുന്നത്? വോൾട്ടേജ് ആണ്. ഔട്ട്പുട്ടിൽ നിന്ന് വോൾട്ടേജ് നമ്മൾ എങ്ങനെ എടുക്കുക? ഷണ്ട് ആയിട്ടാണ് എടുക്കുക. ഇനി ഇൻപുട്ടിൽ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഇൻപുട്ടിൽ ഏതൊക്കെ ആയിട്ടാ മിക്സിംഗ് നടക്കുന്നത്? VBE പ്ലസ് VRE ആണ്. സോ ഇൻപുട്ടിലുള്ള മിക്സിംഗ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ് മിക്സ് ചെയ്യുന്നത്. സോ ഇൻപുട്ടിൽ വോൾട്ടേജ് മിക്സ് ചെയ്യുന്നുണ്ട്. VS എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും നമ്മുടെ ഫീഡ്ബാക്ക് തമ്മിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VRE ആണ്. സോ എന്ത് മിക്സിംഗ് ആണ്? സീരീസ് മിക്സിംഗ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ സീരീസ് ഷണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ നിന്ന് വോൾട്ടേജ് എടുക്കുന്നു, ഇൻപുട്ടിൽ സീരീസ് ആയിട്ട് മിക്സ് ചെയ്യുന്നു. വോൾട്ടേജ് സീരീസ് ടോപ്പോളജി എന്നുള്ള പേര് ഇതിന് വരാൻ കാരണം അതാണ്. ഓക്കെ, സോ ആ ഫീഡ്ബാക്ക് സിഗ്നൽ രണ്ടിലും ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും കോമൺ ആയി കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഇൻപുട്ട് സർക്യൂട്ടും ഔട്ട്പുട്ട് സർക്യൂട്ടും അനലൈസ് ചെയ്യണം. ഓക്കെ, ഇൻപുട്ട് സർക്യൂട്ട് അനലൈസ് ചെയ്യുക, ഔട്ട്പുട്ട് സർക്യൂട്ട് അനലൈസ് ചെയ്യുക. നമ്മളെ ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്തതിന്റെ മോഡൽ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഗെയിൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ ഇതിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത്, ഇൻപുട്ട് സർക്യൂട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത്, ഇൻപുട്ട് സൈഡ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുന്ന പാരാമീറ്റർ ഏതാ? വോൾട്ടേജ്. സോ ആ വോൾട്ടേജ് നമ്മൾ എന്താവും? 0 ആക്കി വെക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആക്കി വെക്കും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് REക്ക് അക്രോസ് ആണ് ഔട്ട്പുട്ട് വരുന്നത്. ഈ ഔട്ട്പുട്ട് 0 ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഈ REയുടെ സിഗ്നിഫിക്കൻസ് പോയി. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സൈഡിൽ നമ്മൾ RE കൺസിഡർ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് RE നോ ലോങ്ങർ അപ്പിയേഴ്സ് അറ്റ് ദി ഇൻപുട്ട് സൈഡ്.
അപ്പോൾ നമ്മൾ ഇൻപുട്ട് സൈഡ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് 0 എന്ന് പറയുമ്പോൾ VRE 0 ആവും. VRE 0 ആവുക എന്ന് പറഞ്ഞാൽ REയുടെ സിഗ്നിഫിക്കൻസ് ഇൻപുട്ട് സൈഡിൽ വരുന്നില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇൻപുട്ട് അനലൈസ് ചെയ്യുന്നത്? ഇനി ഔട്ട്പുട്ട് സർക്യൂട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ടിൽ ഉള്ള കറണ്ട് നമ്മൾ സീരീസ് ആക്കി വെക്കും. അപ്പൊ ഇൻപുട്ടിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഏത് കറണ്ടാണ്? ഇൻപുട്ടിലുള്ള കറണ്ട് ഏത് കറണ്ടാണ്? ബേസ് കറണ്ട് നമ്മൾ 0 ആക്കി വെക്കും. അപ്പൊ ബേസ് കറണ്ട് 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കളക്ടർ കറണ്ട് ഏതിലൂടെ ഫ്ലോ ചെയ്യും? എമിറ്ററിലൂടെ. എന്ന് പറഞ്ഞാൽ കളക്ടർ കറണ്ട് ഈക്വൽ ടു എമിറ്റർ കറണ്ട് ആണ്. അപ്പോൾ ബേസ് കറണ്ട് 0 ആണെങ്കിലും ഈ കളക്ടർ കറണ്ട് എമിറ്റർ കറണ്ടിലൂടെ ഫ്ലോ ചെയ്ത് എമിറ്ററിന് അക്രോസ് ഒരു ഡ്രോപ്പ് ഉണ്ടാവും. അപ്പൊ എമിറ്റർ റെസിസ്റ്റൻസ് ആ ഡ്രോപ്പ് ഉള്ളത് കൊണ്ട് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ എമിറ്റർ റെസിസ്റ്റൻസ് കാണിക്കണം. ഓക്കെ, സോ ഇൻപുട്ട് കറണ്ട് 0 ആക്കും. ദാറ്റ് മീൻസ് IB is equal to 0. IB 0 ആയി കഴിഞ്ഞാൽ still there is voltage drop across RE due to this collector current. So RE appears at the output side. അതായത് ഇൻപുട്ട് കറണ്ട് IB 0 ആണെങ്കിലും IC എന്ന് പറയുന്ന കറണ്ട് REയിലൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ REക്ക് അക്രോസ് ഡ്രോപ്പ് ഉണ്ടാവും. അതുകൊണ്ട് RE എന്ന് പറയുന്ന കമ്പോണന്റ് ഔട്ട്പുട്ട് സർക്യൂട്ട് നമുക്ക് എന്തായാലും കൺസിഡർ ചെയ്തേ പറ്റൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് AC പിക്ചർ വരയ്ക്കാൻ പോവുകയാണ്. ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ പൈ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഇക്വലന്റ് സർക്യൂട്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻപുട്ട് സൈഡിൽ നമ്മുടെ സോഴ്സ് ഉണ്ട് VS, സോഴ്സ് റെസിസ്റ്റൻസ് ഉണ്ട് RS, ദെൻ RB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 പാരലൽ ടു R2 ആണ്. ദെൻ നമ്മുടെ മോഡലാണ് പൈ മോഡൽ, അതിലുള്ള റെസിസ്റ്റൻസ് ആണ് Rπ, അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് Vπ. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് സൈഡിൽ ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് ആണ് GMVπ, ദെൻ ഈ കോമൺ ആയിട്ട് കിടക്കുന്നത് ഏത് ടെർമിനലാണ്? എമിറ്റർ ടെർമിനലാണ്. ഇവിടെ ഏതാണ്? ബേസ് ആണ്, ഇതാണ് കളക്ടർ. ഇനി ഔട്ട്പുട്ടിൽ R0 എന്ന് പറയുന്ന റെസിസ്റ്റൻസും ഉണ്ട് ഔട്ട്പുട്ടിൽ. ഇനി ഇൻപുട്ടിൽ REയുടെ എഫക്റ്റ് വേണ്ട എന്ന് പറഞ്ഞു, പക്ഷെ ഔട്ട്പുട്ടിൽ REയുടെ എഫക്റ്റ് വേണം. സോ RE ഇവിടെ ഔട്ട്പുട്ടിൽ കാണിച്ചിട്ടുണ്ട്. RE എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഔട്ട്പുട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഔട്ട്പുട്ട് നമ്മൾ എവിടുന്ന് എങ്ങനെ എടുക്കുന്നത്? എമിറ്റർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ കോമൺ കളക്ടർ ആണ്, ഗ്രൗണ്ട് കളക്ടർ ആണ്. സോ ഗ്രൗണ്ട് കളക്ടർ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ കളക്ടർ. സോ എമിറ്റർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ പ്ലസ് പൊളാരിറ്റിയും ഇവിടെ മൈനസ് പൊളാരിറ്റി ആയിരിക്കും വരിക. സോ പ്ലസ് മൈനസ് പൊളാരിറ്റി നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ ഈ സർക്യൂട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ കിട്ടും, ഇൻപുട്ട് ഇംപെഡൻസ് കിട്ടും, ഔട്ട്പുട്ട് ഇംപെഡൻസ് കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ നോക്കാം. സോ വോൾട്ടേജ് ഗെയിൻ നോക്കാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V0/VS ആണ് ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് V0, ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിലുള്ള ഇൻപുട്ട് വോൾട്ടേജ് VS. V0/VS ആണ്. അപ്പൊ ആദ്യം Vπ എന്താന്നുള്ളത് നോക്കാം. Vπ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വോൾട്ടേജ് ആണ് Vπ. സോ Vπ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Vπ is equal to വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സോ Vπ is equal to VS into RB parallel Rπ. RB parallel Rπ divided by total എന്ന് പറഞ്ഞാൽ RB parallel Rπ plus RS വരും. RB parallel Rπ plus RS എന്ന് വരും. ഇതാണ് എക്സ്പ്രഷൻ വരിക. അപ്പൊ നമുക്ക് വേണ്ടത് VSനുള്ള എക്സ്പ്രഷൻ ആണ്. സോ VSനുള്ള എക്സ്പ്രഷൻ VS is equal to Vπ into RB parallel Rπ plus RS divided by RB parallel Rπ. അപ്പൊ VSനുള്ള എക്സ്പ്രഷൻ കിട്ടി. ഇനി ഇൻപുട്ട് വോൾട്ടേജ് കിട്ടി. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ REക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യേണ്ടത്. കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വേണ്ടത്. കറണ്ടിന്റെ ഫ്ലോ ഈ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് വേണ്ടത്. ഇതാണ് കറണ്ടിന്റെ ഫ്ലോ വേണ്ട ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് എന്താണ്? GMVπ ആണ്. R0 പാരലൽ RE. സോ GMVπ. So output voltage is equal to GMVπ. Output voltage is equal to GMVπ
ഇൻറ്റു ഏതിന് അക്രോസ് ആണ്? ആർ നോട്ട് പാരലൽ ആർ ഇ. ആർ നോട്ട് പാരലൽ ആർ ഇ. ആർ നോട്ട് പാരലൽ ആർ ഇ. അപ്പൊ അതില് വി നോട്ട് ബൈ വി പൈ. വി നോട്ട് ബൈ വി പൈ. വി നോട്ട് ബൈ വി പൈ എന്ത് കിട്ടും? വി നോട്ട് ബൈ വി പൈ ഇസ് ഈക്വൽ ടു ജി എം ഇൻറ്റു ആർ നോട്ട് പാരലൽ ആർ എന്ന് വരും. ആർ നോട്ട് പാരലൽ ആർ എന്ന് വരും. ഓക്കെ. ഇനി ഈ വി പൈയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വി പൈയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി നോട്ട് ഡിവൈഡഡ് ബൈ ഇതെന്ന് വി പൈയുടെ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി എസ് ഇൻറ്റു ആർ ബി പാരലൽ ആർ പൈ ഡിവൈഡഡ് ബൈ എന്നുള്ള ടേം ഇതിന്റെ താഴെ വരും. ഞാൻ അതിനെ തിരിച്ചു മുകളിലേക്ക് എഴുതുകയാണ്. തിരിച്ചു മുകളിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഇൻറ്റു ആർ ബി പാരലൽ ആർ പൈ പ്ലസ് ആർ എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ജി എം ആർ നോട്ട് പാരലൽ ആർ ഇ എന്ന് വരും. അപ്പൊ ഈ വി നോട്ട് ബൈ വി എസ് ആണ് നമ്മുടെ ഗെയിന്. അപ്പൊ വി നോട്ട് ബൈ വി എസിനെ മാത്രം ഇവിടെ നിർത്തുക. സോ വി നോട്ട് ബൈ വി എസ് ഇസ് ഈക്വൽ ടു ജി എം ആർ നോട്ട് പാരലൽ ആർ ഇ. ഇനി ഈ ടേമിനെ അങ്ങോട്ട് എടുത്തു. ആർ ബി പാരലൽ ആർ പൈ ഡിവൈഡഡ് ബൈ ആർ ബി പാരലൽ ആർ പൈ പ്ലസ് ആർ എസ്. അപ്പൊ ഇതിൽ ഈ ആർ ബി പാരലൽ ആർ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആർ ബി പാരലൽ ആർ പൈ എന്നുള്ള ടേം അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്തെടുക്കാം? ആർ പൈ എന്ന് എടുക്കാം. സോ അപ്രോക്സിമേറ്റ്ലി ദിസ് ഈസ് ആർ പൈ എന്ന് എടുക്കാം. സോ ദിസ് ഈക്വൽ ടു ജി എം ഇൻറ്റു ആർ ബി പാരലൽ ആർ പൈനെ ഞാൻ അപ്രോക്സിമേറ്റ്ലി ആർ പൈ എന്ന് എടുക്കുകയാണ്. സോ ജി എം ഇൻറ്റു ആർ പൈ ഇൻറ്റു ആർ നോട്ട് പാരലൽ ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ബി പാരലൽ ആർ പൈനെ ഞാൻ ആർ പൈ എന്ന് എടുത്തു. സോ ആർ പൈ പ്ലസ് ആർ എസ് എന്ന് കിട്ടും. ആർ പൈ പ്ലസ് ആർ ഐ. ജി എം ആർ പൈ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ബീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ. ഈ രീതിയിലാണ് നമുക്ക് എന്തിന്റെ എക്സ്പ്രഷൻ കിട്ടുക? ഗെയിനിന്റെ എക്സ്പ്രഷൻ കിട്ടുക. സോ ദ ഗെയിൻ എക്സ്പ്രഷൻ ഈസ് ദിസ്. ഇതാണ് ഗെയിനിനുള്ള എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഗെയിൻ ഡിറൈവ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇൻപുട്ട് ഇംപിഡൻസും ഔട്ട്പുട്ട് ഇംപിഡൻസും ആണ്. സോ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള ഇംപിഡൻസ് ആണ് ഇൻപുട്ട് ഇംപിഡൻസ്. അപ്പൊ ഇൻപുട്ട് ഇംപിഡൻസിൽ എന്തൊക്കെയുള്ളത്? ആർ ബി ഉണ്ട്, ആർ പൈ ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്താണ്? പാരലൽ ആണ്. സോ ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് ആർ ബി പാരലൽ ആർ പൈ. ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് ആർ ബി പാരലൽ വിത്ത് ആർ പൈ. വാട്ട് ഈസ് ആർ ബി? എന്താണ് ആർ ബി? R1 പാരലൽ ടു R2. അപ്പൊ ഇൻപുട്ട് ഇംപിഡൻസ് ആയി. ഇനി ഔട്ട്പുട്ട് ഇംപിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ഇംപിഡൻസ് പറയുമ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള ഇംപിഡൻസ് ആണ്. ഈ ഒരു സെക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്. ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? R0 ആണ്. സോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഈസ് R0. സോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഇസ് ഈക്വൽ ടു R0 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇൻപുട്ട് ഇംപിഡൻസ് ഡിറൈവ് ചെയ്തു, ഔട്ട്പുട്ട് ഇംപിഡൻസ് കണ്ടുപിടിച്ചു, ഗെയിനിനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. സോ ഇത്രയാണ് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ ആൻസർ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ഫുൾ ഡെറിവേഷൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോ ഇത്രയാണ് മൊഡ്യൂൾ 4 എന്ന് ചോദിച്ചിട്ടുള്ള പാർട്ട് എ, പാർട്ട് ബി ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ അടുത്ത സെഷനിൽ മൊഡ്യൂൾ 5 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.